നമസ്കാരം, STV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തെ സ്കൂളുകളിൽ പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ 40 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ സ്കൂളിലെത്തി. വിവിധ വിദ്യാലയങ്ങളിൽ ഒരുക്കിയ പ്രവേശനോത്സവം വർണ്ണാഭം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. സ്ട്രോങ് റൂമുകൾ രാവിലെ 5:30 തുറക്കും. 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യ ഫലസൂചനകൾ നാളെ രാവിലെ 8:30. പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പാലക്കാട് വിക്ടോറിയ കോളേജിൽ. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാതെ സ്വകാര്യ ബസ് വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. ഇക്കാര്യത്തിൽ സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കണമെന്ന് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ. വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് 5 രൂപയാക്കണമെന്ന് ആവശ്യം. പറളിയിൽ വാഹനമിടിച്ച് പരിക്കേറ്റ കാൽനട യാത്രികൻ മരിച്ചത് പറളി ചെക്ക് പോസ്റ്റ് കുന്നത്തുവീട്ടിൽ ഉമ്മർ. തൃശൂർ കല്ലൂരിൽ കാറിടിച്ച സൈക്കിൾ യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് ലോട്ടറി തൊഴിലാളിയായ മാവിൻചുവട് സ്വദേശി ദേവദാസ്. വാർത്തകൾ വിശദമായി. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. നാളെ രാവിലെ 8 മണിക്ക് നിശ്ചിത കേന്ദ്രങ്ങളിൽ വോട്ടെണ്ണൽ ആരംഭിക്കും. പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണും. 8:30 ശേഷം ആദ്യ ഫലസൂചനകൾ പുറത്തുവരും. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ് പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുക. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ജനവിധി അറിയാൻ ഇനി ഏതാനും മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രം. വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ എല്ലാവിധ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പതിവിന് വിപരീതമായി ഇത്തവണ പുലർച്ചെ 5:30 തന്നെ സ്ട്രോങ് റൂമുകൾ തുറക്കും. പാലക്കാട് ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുന്നത് പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ്. വോട്ടെണ്ണലിന്റെ സജ്ജീകരണങ്ങൾ ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥ കൂടിയായ ജില്ലാ കളക്ടർ ഡോക്ടർ S. ചിത്ര, ജില്ലാ പോലീസ് മേധാവി R. ആനന്ദ് എന്നിവർ വോട്ടെണ്ണൽ കേന്ദ്രം സന്ദർശിച്ച് വിലയിരുത്തി. പൊതുനിരീക്ഷകനായ ഖരാദി വിജയകുമാർ ലല്ലുഭായ്, ആലത്തൂർ ലോക്സഭാ മണ്ഡലം വരണാധികാരിയും അഡീഷണൽ ജില്ലാ രജിസ്ട്രാറുമായ തെരഞ്ഞെടുപ്പ് വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ C. ബിജു, KP ജയകുമാർ, ബന്ധപ്പെട്ട വകുപ്പുതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ഇരുവരെയും അനുഗമിച്ചു. പാലക്കാട് ആലത്തൂർ ലോക്സഭാ മണ്ഡലങ്ങളിലെ വോട്ടിംഗ് യന്ത്രങ്ങൾ വോട്ടെടുപ്പിന് ശേഷം വിക്ടോറിയ കോളേജിലെ പുതിയ അക്കാഡമിക് കെട്ടിടത്തിലെ സ്ട്രോങ് റൂമുകളിലും പഴയ അക്കാഡമിക് ബ്ലോക്കിലെ സ്ട്രോങ് റൂമുകളിലുമായി ത്രിതല സുരക്ഷാ സംവിധാനത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ വിക്ടോറിയ കോളേജിലെ പുതിയ ലൈബ്രറി കോംപ്ലക്സിന്റെ താഴത്തെ നിലയിലും 1ാമത്തെ നിലയിലും, ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടെണ്ണൽ പഴയ അക്കാഡമിക് ബ്ലോക്കിലുമായാണ് നടക്കുക. വോട്ടെണ്ണൽ കേന്ദ്രമായ വിക്ടോറിയ കോളേജിന്റെ 100 മീറ്റർ പരിധി നിയന്ത്രിത മേഖലയായിരിക്കുമെന്നതിനാൽ കേന്ദ്രത്തിന്റെ 100 മീറ്റർ പരിധിയിൽ വരുന്ന PMG ഹയർ സെക്കൻഡറി സ്കൂൾ, ഗവൺമെന്റ് LP സ്കൂൾ അയ്യപുരം എന്നീ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജൂൺ 4-ന് അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട്. രാവിലെ 8 മണിയോടെ തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കുമെന്ന് കളക്ടർ അറിയിച്ചു. പോസ്റ്റൽ വോട്ടുകളാണ് ആദ്യം എണ്ണുക. 8:30 ശേഷം ആദ്യ ഫലസൂചനകൾ പുറത്തുവിടാനാണ് ശ്രമം. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ 40 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ സ്കൂളിലെത്തിയെന്നാണ് അനൌദ്യോഗിക കണക്ക്. ഷൊർണൂരിൽ നഗരസഭാതല സ്കൂൾ പ്രവേശനോത്സവം സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പട്ടാമ്പി മേഖലയിലും സ്കൂൾ പ്രവേശനോത്സവം ആഘോഷമായി. പട്ടാമ്പി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം മുഹമ്മദ് മുഹസിൻ MLA ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും ആധുനികവൽക്കരിച്ചുകൊണ്ട് ആരംഭിക്കുകയാണ് നമ്മുടെ ഈ പുതിയ അധ്യയന വർഷം. അതുകൊണ്ട് തന്നെ കുട്ടികളെ കൂടുതൽ പൗരബോധമുള്ളവരും ശാസ്ത്രബോധമുള്ളവരും മനുഷ്യത്വമുള്ളവരും ഒക്കെയാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും മികച്ച പാഠ്യപദ്ധതിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ അധ്യയന വർഷത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ എല്ലാ മേഖലയിലും വന്നിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളുടെ വിതരണവും 4ാം ക്ലാസ് വിദ്യാർത്ഥി നീരവ് വരച്ച 100 ചിത്രങ്ങളുടെ പ്രദർശനോദ്ഘാടനവും MLA നിർവഹിച്ചു. ചടങ്ങിൽ PTA പ്രസിഡന്റ് മൻസൂർ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക ഇന്ദിര, അബ്ദുള്ളക്കുട്ടി, മുരളീധരൻ വേളേരിമഠം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പുതിയ അധ്യയന വർഷം ആരംഭിക്കുമ്പോൾ ആശങ്കയൊഴിയാതെ സ്വകാര്യ ബസ് ഉടമകൾ. യാത്രാ കൺസെഷൻ സംബന്ധിച്ച് സർക്കാർ നൽകിയ ഉറപ്പുകൾ പാലിക്കാത്തതാണ് ആശങ്ക സൃഷ്ടിക്കുന്നതെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി ഗോപിനാഥൻ പാലക്കാട്ട് പറഞ്ഞു. ജീവനക്കാരും വിദ്യാർത്ഥികളും തമ്മിലുള്ള പ്രശ്നപരിഹാരത്തിന് മാനദണ്ഡങ്ങൾ ആവശ്യമാണ്. ബസ്സിൽ കൂടുതൽ വിദ്യാർത്ഥികൾ കയറുന്നത് ഫുൾ ടിക്കറ്റ് യാത്രക്കാർ സ്വകാര്യ ബസ്സുകളെ ഒഴിവാക്കുന്നതിന് കാരണമാണെന്നും ഗോപിനാഥൻ ചൂണ്ടിക്കാട്ടി. ഇത് ബസ് വ്യവസായത്തെ പ്രതികൂലമായി ബാധിക്കും. 14 വർഷം മുമ്പത്തെ ചാർജായ 1 രൂപ തന്നെയാണ് ഇപ്പോഴും വിദ്യാർത്ഥികളിൽ നിന്ന് ഈടാക്കുന്നത്.
വിദ്യാർത്ഥികളുടെ ചാർജ് കാലാനുസൃതമായി പുതുക്കണം. യൂണിഫോം, കുട, ബാഗ്, നോട്ട് പുസ്തകങ്ങൾ, സ്കൂൾ ഫീസ് തുടങ്ങി മൊബൈൽ റീചാർജിംഗ് അടക്കം കുട്ടികൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങൾക്കും വൻതോതിൽ വിലവർധനവുണ്ടാകുമ്പോഴും വിദ്യാർത്ഥി സംഘടനകൾ ഉൾപ്പെടെ അതിനെതിരെ സമരം ചെയ്യാറില്ല. സ്കൂൾ ബസ്സുകളും ചാർജ് വർധന നടപ്പാക്കുന്നുണ്ട്. അതിലും ആർക്കും പരാതിയില്ല. എന്നാൽ സ്വകാര്യ ബസ്സുകൾ ചാർജ് കൂട്ടാൻ ആവശ്യപ്പെട്ടാൽ ശക്തമായ എതിർപ്പാണ് ഉണ്ടാകുന്നത്. ഡീസൽ വില, ടയർ, ജീവനക്കാരുടെ വേതനം, ടാക്സ്, ഇൻഷുറൻസ് തുടങ്ങിയവയിലൊക്കെ ഭീമമായ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. രക്ഷിതാക്കൾക്ക് ചാർജ് വർധനയ്ക്ക് സമ്മതമാണെങ്കിലും വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും സർക്കാരുമാണ് ഇതിന് എതിര് നിൽക്കുന്നതെന്നും ഗോപിനാഥൻ കുറ്റപ്പെടുത്തി. വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് 5 രൂപയാക്കണമെന്ന് സർക്കാർ നിയോഗിച്ച കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചതായിരുന്നു. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിൽ കാത്തിരിക്കുകയാണ്. സർക്കാരിന്റെ തെറ്റായ നയം മൂലം 30,000 സ്വകാര്യ ബസ്സുകൾ സർവീസ് നടത്തിയിരുന്ന സംസ്ഥാനത്ത് ഇത് 7,000-ഓളമായി ചുരുങ്ങി. വിദ്യാർത്ഥികളുടെ ചാർജ് വർധന ഉണ്ടായില്ലെങ്കിൽ നിലവിലുള്ള ബസ്സുകൾക്കും മുന്നോട്ടു പോകാൻ കഴിയാതെ വരും. സ്ത്രീ യാത്രക്കാർ ഉൾപ്പെടെ ഭൂരിഭാഗം പേരും ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നതിനാൽ പൊതുവെ ബസ്സിൽ യാത്രക്കാർ കുറവാണ്. ഗ്രാമപ്രദേശങ്ങളിൽ പോകുന്ന ബസ്സുകൾക്ക് രാത്രി സമയങ്ങളിലും ഉച്ചനേരങ്ങളിലും ആളില്ലാത്തതിനാൽ ഡീസൽ അടിക്കാനുള്ള പണം പോലും ലഭിക്കാത്ത സാഹചര്യമാണുള്ളതെന്നും പലപ്പോഴും ട്രിപ്പുകൾ തന്നെ മുഴുവനാക്കാൻ കഴിയാറില്ലെന്നും ടി ഗോപിനാഥൻ പറഞ്ഞു. സ്വകാര്യ ബസ്സുകൾ കയറുന്ന വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ്റെ കാര്യത്തിൽ വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറാവുന്നില്ല. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഞാൻ പറയുന്നത് വിദ്യാർത്ഥികളുടെ യാത്രയുടെ ക്വാളിറ്റി നഷ്ടപ്പെടുക. കാരണം ബസ്സുകളുടെ എണ്ണം ദിനംപ്രതി കുറയുക. ബസ്സുകളുടെ എണ്ണം ദിനംപ്രതി കുറയുമ്പോൾ 32,000 ബസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 7,000 എത്തി നിൽക്കുക. അപ്പോൾ ബസ്സുകളുടെ എണ്ണം കുറയും തോറും വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശം കൂടുതൽ വർദ്ധിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബസ്സുകളിൽ കയറുന്ന യാത്രക്കാരിൽ 60% വരുന്ന വിദ്യാർത്ഥികളാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധനവില്ലാതെ ഈ സ്വകാര്യ ബസ് വ്യവസായം ഒരു കാരണവശാലും മുന്നോട്ട് പോകില്ല എന്ന് ഗവൺമെൻറ്റിന് അറിയാം, ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾക്കറിയാം, രക്ഷിതാക്കൾക്കറിയാം. പക്ഷേ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ സർക്കാർ എപ്പോഴും വിദ്യാർത്ഥികളെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാൻ മടികാട്ടാണ്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തളിക്കുളം പുതിയങ്ങാടിയിൽ അനധികൃത വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 19.5 ലിറ്റർ മദ്യം വാടാനപ്പള്ളി എക്സൈസ് പിടികൂടി. സംഭവത്തിൽ പുതിയങ്ങാടി ഒന്നാംകല്ല് സ്വദേശി 24 വയസ്സുള്ള രാഹുൽ രവിയെ അറസ്റ്റ് ചെയ്തു. അനധികൃത വിൽപ്പനയ്ക്ക് സൂക്ഷിച്ചിരുന്ന 19.5 ലിറ്റർ മദ്യമാണ് എക്സൈസ് സംഘം പിടികൂടിയത്. ഒന്നാംകല്ല് സ്വദേശി 24 വയസ്സുള്ള രാഹുൽ രവിയെ വാടാനപ്പള്ളി എക്സൈസ് അറസ്റ്റ് ചെയ്തു. തളിക്കുളം നാട്ടിക ഭാഗങ്ങളിൽ അനധികൃത മദ്യം കച്ചവടം നടത്തുന്നതായി ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി പിടിയിലായത്. വാടാനപ്പള്ളി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ VG സുനിൽകുമാറും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. ഇയാളിൽ നിന്ന് 1/2 ലിറ്ററിന്റെ 39 കുപ്പി മദ്യം പിടികൂടി. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പറളിയിൽ വാഹനമിടിച്ച് പരിക്കേറ്റ കാൽനടയാത്രികൻ മരിച്ചു. പറളി ചെക്ക് പോസ്റ്റ് കുന്നത്തുവീട്ടിൽ മുഹമ്മദിന്റെ മകൻ 64 വയസ്സുള്ള ഉമ്മറാണ് മരിച്ചത്. തിങ്കളാഴ്ച രാവിലെ 5:30-ക്കായിരുന്നു അപകടം. പാൽ വിതരണ വണ്ടിയാണ് ഉമ്മറിനെ ഇടിച്ചത്. തൃശൂർ കല്ലൂരിൽ കാറിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. കല്ലൂർ പാടം വഴിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അപകടം. മാവിൻചുവട് സ്വദേശി 66 വയസ്സുള്ള ദേവദാസാണ് മരിച്ചത്. ലോട്ടറി വിൽപ്പനക്കാരനാണ് മരിച്ച ദേവദാസ്. അപകടം നടന്നയുടൻ നാട്ടുകാർ ചേർന്ന് ദേവദാസിനെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പോലീസ് സർജനായിരുന്ന ഡോക്ടർ ഗുജ്റാളിന്റെ സേവനം സർക്കാർ തുടർന്നും ഉപയോഗപ്പെടുത്തണമെന്ന് VK ശ്രീകണ്ഠൻ MP. സർവീസിൽ നിന്നും വിരമിച്ച ഡോക്ടർ ഗുജ്റാളിന് പാലക്കാട്ട് ഫോർട്ട് വാക്കേഴ്സ് ക്ലബ്ബ് ഒരുക്കിയ യാത്രയയപ്പ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു VK ശ്രീകണ്ഠൻ. പോലീസ് സർജൻ എന്ന നിലയിൽ പോസ്റ്റ്മോർട്ടത്തിനപ്പുറം ഡോക്ടർ ഗുജ്റാൾ വിവിധ തലങ്ങളിൽ നടത്തിയ സേവനങ്ങൾ വിസ്മരിക്കാനാകില്ലെന്നും VK ശ്രീകണ്ഠൻ MP പറഞ്ഞു. കൊലപാതകം ചെയ്യണമെന്ന് മനഃപൂർവ്വമാണ് കൊല്ലണം തീരുമാനിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ ആരൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട് കുറ്റകൃത്യങ്ങൾ പോലീസിനറിയാം. ആ കുറ്റകൃത്യങ്ങൾ നമുക്കിപ്പോൾ എല്ലാം സ്ട്രിക്റ്റ് ആക്കിയല്ലോ. മരണം വഴിയിൽ നിന്ന് സംഭവിച്ച പണ്ട് പോസ്റ്റ്മോർട്ടം ചെയ്യാറില്ല, വീട്ടിൽ നിന്ന് മരിച്ച പോസ്റ്റ്മോർട്ടം ചെയ്യാറില്ല. ഫോർട്ട് വാക്കേഴ്സ് ക്ലബ്ബ് പ്രസിഡന്റ് റിട്ടയർഡ് DYSP മുഹമ്മദ് കാസിം അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് സെക്രട്ടറി രാജേഷ് കുമാർ, സംഗീതജ്ഞൻ പ്രകാശ് ഉള്ളേരി, K വിജയൻ, ശ്രീകുമാർ മേനോൻ, ജിസാദ് ജോമോൻ, KP വിജയകുമാർ, അഡ്വക്കേറ്റ് രമേശ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഏതു മുന്നണികൾക്കൊപ്പം നിൽക്കുമ്പോഴും സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ അടിയുറച്ചു നിന്ന വ്യക്തിയായിരുന്നു MP വീരേന്ദ്രകുമാർ എന്ന് മുൻ മന്ത്രി KE ഇസ്മയിൽ. പാലക്കാട്ട് RJD ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച വീരേന്ദ്രകുമാർ അനുസ്മരണം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KE ഇസ്മയിൽ. പ്രകൃതിയെയും മനുഷ്യരെയും ചേർത്ത് നിർത്തുന്ന നിലപാടാണ് വീരേന്ദ്രകുമാർ കൈക്കൊണ്ടിട്ടുള്ളത്. വീരേന്ദ്രകുമാറിന്റെ രചനകളും
നിലപാടുകളും ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചെന്നും KE ഇസ്മായിൽ ചൂണ്ടിക്കാട്ടി. RJD ജില്ലാ പ്രസിഡന്റ് TK സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി ദാമോദരൻ, ജില്ലാ സെക്രട്ടറി ബഷീർ കൊടുന്തിരപ്പള്ളി, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ A രാമസ്വാമി, A രാമചന്ദ്രൻ, TK നൌഷാദ്, ജോസ് ജോസഫ്, KV അമീർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കണയത്ത് CPM DYFI നേതൃത്വത്തിൽ അനുമോദന സദസ്സ് നടത്തി. P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. SSLC+2 ജേതാക്കളെ ചടങ്ങിൽ അനുമോദിച്ചു. ഈ അനുമോദന സദസ്സ് സംഘടിപ്പിക്കപ്പെട്ട സംഘാടകർ എല്ലാവരും ഒത്തുചേരുന്ന ഒരു സദസ്സിലാണ് ഇപ്പോൾ നമ്മൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. പ്രധാനമായും 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും പരീക്ഷ കഴിഞ്ഞ് അതിന് മേലെയുള്ള പഠനത്തിന് അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയെന്ന് ഷൊർണൂർ നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് അധ്യക്ഷത വഹിച്ചു. CPM കുളപ്പുള്ളി LC സെക്രട്ടറി M ജയപാൽ സംസാരിച്ചു. കണയം പ്രദേശത്ത് 54ഓളം കുട്ടികൾക്കാണ് സമ്മാനം വിതരണം ചെയ്തത്. വല്ലപ്പുഴ സ്കൂളിൽ നിന്ന് വിരമിച്ച പത്മിനി ടീച്ചറെയും കണയം അംഗൻവാടിയിൽ നിന്ന് വിരമിച്ച കല്യാണിയെയും യോഗത്തിൽ ആദരിച്ചു. കണയം LP സ്കൂളിൽ നിന്ന് LSS നേടിയ വിദ്യാർത്ഥികൾക്കും അനുമോദനമൊരുക്കി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ മഞ്ഞക്കാട് റിംഗ് റോഡ് റെസിഡൻസ് അസോസിയേഷൻ SSLC+2 ഉന്നത വിജയികളെ അനുമോദിച്ചു. അനുമോദന യോഗം അസോസിയേഷൻ പ്രസിഡന്റ് V വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയാണ് മഞ്ഞക്കാട് റിംഗ് റോഡ് റെസിഡൻസ് അസോസിയേഷൻ അനുമോദിച്ചത്. കുട്ടികൾക്കുള്ള ക്യാഷ് അവാർഡ് വിതരണം മീന ടീച്ചർ നിർവഹിച്ചു. സെക്രട്ടറി P ഹരിദാസ്, ട്രഷറർ MK ശശികുമാർ, വൈസ് പ്രസിഡന്റ് പ്രദീപ് കുമാർ, വിനീത എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. സെർവൻസ് മാഷുമായി സഹകരിച്ച് JCI കുളപ്പള്ളി കുട്ടികൾക്കായി സംഘടിപ്പിച്ച സമ്മർ ക്യാമ്പ് സമാപിച്ചു. 30ലേറെ കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. ഡയറക്ടർ അബ്ബാസ്, പ്രൊഫഷണൽ കോച്ച് നൌഷാദ് എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികൾക്ക് മൊമന്റോയും സർട്ടിഫിക്കറ്റും കൈമാറി. JCI പ്രസിഡന്റ് മുഹമ്മദ് ആഷിഖ്, പ്രോഗ്രാം ഡയറക്ടർ അഷ്മിൽ, ഇബ്രാഹിം തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്തെ സ്കൂളുകളിൽ പ്രവേശനോത്സവത്തോടെ പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെ 40 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ സ്കൂളിലെത്തി. വിവിധ വിദ്യാലയങ്ങളിൽ ഒരുക്കിയ പ്രവേശനോത്സവം വർണ്ണാഭം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർത്തിയായി. സ്ട്രോങ് റൂമുകൾ രാവിലെ 5:30 തുറക്കും. 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കും. ആദ്യ ഫലസൂചനകൾ നാളെ രാവിലെ 8:30. പാലക്കാട്, ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ പാലക്കാട് വിക്ടോറിയ കോളേജിൽ. വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാതെ സ്വകാര്യ ബസ് വ്യവസായം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ. ഇക്കാര്യത്തിൽ സർക്കാർ നൽകിയ ഉറപ്പ് പാലിക്കണമെന്ന് ഓർഗനൈസേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി T ഗോപിനാഥൻ. വിദ്യാർത്ഥികളുടെ മിനിമം ചാർജ് 5 രൂപയാക്കണമെന്ന് ആവശ്യം. പറളിയിൽ വാഹനമിടിച്ച് പരിക്കേറ്റ കാൽനട യാത്രികൻ മരിച്ചു. മരിച്ചത് പറളി ചെക്ക് പോസ്റ്റ് കുന്നത്തുവീട്ടിൽ ഉമ്മർ. തൃശൂർ കല്ലൂരിൽ കാറിടിച്ച സൈക്കിൾ യാത്രികന് ദാരുണാന്ത്യം. മരിച്ചത് ലോട്ടറി തൊഴിലാളിയായ മാവിൻചുവട് സ്വദേശി ദേവദാസ്. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.